ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇവാസ് കിച്ചൻ. ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഹരിയാലി ചിക്കൻ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, ഒരു പിടി മല്ലിയിലയും പുതിനയിലയും, പിന്നെ നമുക്കിതിനകത്ത് തൈരും നാരങ്ങാനീരും ഉപ്പും ഇതും കൂടെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാനിപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് തൈര് 2 ടേബിൾ സ്പൂണാണ്, ലെമൺ ജ്യൂസും ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അപ്പം ചിക്കനെല്ലാം കഴുകി വാരി നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വരഞ്ഞ് വെച്ചിരിക്കുവാണ്. ഇതിപ്പോൾ ഒരു 900 ഗ്രാംസ് ഉണ്ട്. ചിക്കൻ്റെ തൈസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളത് അരച്ചിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്തിളക്കി മാരിനേറ്റ് ചെയ്യാനൊരു 30 മിനിറ്റ്സ് എങ്കിലും വെച്ചാൽ നല്ലതാണ്. ഞാൻ സാധാരണ ഓവർനൈറ്റാണ് വെക്കാറുള്ളത്. അപ്പം ഞാൻ അരച്ച മിക്സ്ചർ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, പക്ഷേ വാട്ടറിഷാണ്. അപ്പം അത് നമ്മൾ നോക്കി തൈരും നാരങ്ങയൊക്കെ കുറേശ്ശെ ചേർത്താൽ മതി. ഏതായാലും ഇതിനകത്ത് കുറച്ച് മാരിനേറ്റ് ആവുന്നത് നല്ല മുങ്ങി നിൽക്കുന്നത് നല്ലത് തന്നെ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂറല്ലേ ഓവർനൈറ്റ് വെക്കാം. അപ്പം ദേ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ഓവർനൈറ്റാണ് ഞാൻ വെച്ചത്. റെഡിയായി കാണും, എല്ലാം പിടിച്ച് കാണും. നമുക്കിനി ഇതൊന്ന് ഞാൻ എയർ ഫ്രയറിലാണ് കബാബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഗ്രീൻ കളറിൻ്റെ ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഹരിയാലി കബാബ് എന്ന് പേരിടുന്നത് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് എയർ ഫ്രയറിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഈ സ്പൂൺ ഇട്ടിങ്ങനെ ഒന്ന് കോരി ഒഴിക്കുന്നത്, അത് പിടിച്ചോളൂ അതിനകത്തോട്ടെല്ലാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ദേ നമ്മുടെ ചിക്കൻ ഹരിയാലി കബാബൊക്കെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കൂടെ വെക്കാം. ഓക്കെ, 10 മിനിറ്റ്സ് കൂടെ നമുക്കൊന്ന് വെക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ഹരിയാലി ചിക്കൻ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.